വർഷം 2011 ഓഗസ്റ്റ് 6 മെക്സിക്കോയിലെ കല്ലിയക്ക എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ഒരു സംഭവം നടക്കുന്നത്. കാർല ഫ്ലോറസ് എന്ന് പറഞ്ഞ 32 വയസ്സുകാരി. ഇവര് ഈ സീ ഫുഡ്സ് ഒക്കെ വിൽക്കുന്ന ഒരു ലേഡിയാണ്. കല്ലിയക്കൻ എന്ന് പറഞ്ഞ സ്ട്രീറ്റിലാണ് ഇവരുടെ ആ ഒരു മീൻ കട ഉള്ളത്. ഇവരവിടുന്ന് കുറെ കൊഞ്ചുകൾ ട്രേക്കത്താക്കിയതിനു ശേഷം ഡെലിവറി ചെയ്യാൻ പോവുകയാണ്. ഇവർ ഇറങ്ങി ഇടനാഴി കൂടെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് വലിയൊരു ശബ്ദം കേൾക്കുകയാണ്. വലിയൊരു ശബ്ദം കേൾക്കുന്നു. പെട്ടെന്ന് ഇവരുടെ വലതെ കവിളിൽ എന്തോ ഒരു സാധനം വന്ന് പതിക്കുകയാണ്. അത് ഇവർക്കറിയാം, വന്ന് അടിച്ചെന്നറിയാം. പിന്നെ ഒരു മരവിപ്പാണ്. ഇവർ കൈ വെച്ച് തൊട്ട് നോക്കുന്ന സമയത്ത് ഒരു വല്ലാത്തൊരു ചൂടുള്ള ഒരു ദ്രാവകം അവരുടെ കയ്യിൽ പറ്റിയാണ്. സംഭവം ചോര തന്നെയാണ്. ഏകദേശം 20 മിനിറ്റിന് ശേഷം അവിടെയുള്ള കല്ലിയക്കൻ ജനറൽ ഹോസ്പിറ്റലിലെ റിസപ്ഷനിസ്റ്റ് ഒരു കാഴ്ച കാണിയാണ്. ഒരാൾ ഒരു ലേഡിയുമായിട്ട് വരികയാണ്. അവർ ചോരയിൽ കുളിച്ച് നിൽക്കുകയാണ്. അവരുടെ മുഖമല്ല. ഇയാൾ വന്ന് പറയുകയാണ്, അവിടെ കല്ലിയക്കൻ ആ ഒരു സ്ട്രീറ്റിൽ ഈ ഒരു ലേഡി അവിടെ കിടപ്പുണ്ടായിരുന്നു ചോരയിൽ കുളിച്ചിട്ട്. എന്ത് പറ്റിയെന്ന് അറിയത്തില്ല. ഇവരുടെ വലത് സൈഡിൽ ഈ താടി എല്ലാം തൂങ്ങി കിടക്കുകയാണ്. അത് കണക്ക് തന്നെ എന്തോ ഒരു സാധനം അവിടെ എംബഡഡ് ആയിട്ടുണ്ട്. അതായത് എന്തോ ഒരു സാധനം അവിടെ പതിഞ്ഞിരിപ്പുണ്ട്. കഥ തുടർന്ന് പറയുന്നതിന് മുന്നേ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ഒരു ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഇതിൽ നമ്മൾ പറയുന്നത് അത്യന്തം നിഗൂഢമോ വിചിത്രമായിട്ടുള്ള കഥകളാണ് ഇവിടെ. അങ്ങനെ ഉടൻ തന്നെ ഡോക്ടർ അവിടെ എത്തിയാണ്. ഗസ്താവോ മെസ്സ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം വന്ന് ചെക്ക് ചെയ്യുന്ന സമയത്ത് സംഭവം ശരിയാണ്. അവരുടെ വലത്തെ സൈഡ് മൊത്തത്തിൽ തകർന്നിരിക്കുകയാണ്. എന്തോ ഒരു സാധനം അവിടെ ഉണ്ട്. ഡാർക്ക് കളർ, ഒരു സ്റ്റോൺ കണക്കാണ് ഇരിക്കുന്നത്. എന്താ സാധനം വ്യക്തമായിട്ട് മനസ്സിലാവുന്നില്ല. അങ്ങനെ എക്സ്റേ എടുക്കാൻ വേണ്ടി പറയുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇദ്ദേഹം റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ നിൽക്കുകയാണ്. അവിടെ എക്സ്റേ വന്നിട്ടുണ്ട്. സംഭവം നോക്കിയ സമയത്ത് നല്ല ഓവൽ ഷേപ്പിലുള്ള ഒരു സാധനമാണ്. പക്ക സിമെട്രിക്കലായിട്ടാണ് ഇരിക്കുന്നത്. പക്ഷെ എന്താ സാധനം അങ്ങോട്ട് വ്യക്തമാവുന്നില്ല. അങ്ങനെ ഡോക്ടർ മെസ്സ പറയുകയാണ് കുറെ കൂടി ക്ലിയർ ആയിട്ടുള്ള ഐഡിയ കിട്ടാനായിട്ട് ക്യാറ്റ് സ്കാൻ ചെയ്യാനായിട്ട്. ക്യാറ്റ് സ്കാൻ്റെ റിപ്പോർട്ട് വന്നു. ഇത് കണ്ടതും മെസ്സ പെട്ടെന്ന് തന്നെ അടുത്തുള്ള നേഴ്സസ് സ്റ്റേഷനിലേക്ക് ഓടിയാണ്. എന്നിട്ട് പറയുകയാണ് എത്രയും പെട്ടെന്ന് എമർജൻസി റൂം ഇപ്പോൾ ഒഴിപ്പിക്കണം എന്ന് പറയുകയാണ്. അതിനുശേഷം ഇവർ നേരെ പോയിട്ട് ഒരു മിലിറ്ററി ഓഫീസറെയാണ് വിളിക്കുന്നത്. ഏകദേശം 1 മണിക്കൂർ ആയിട്ടില്ല. ഇപ്പൊ കാർല ഫ്ലോറസ് ഉള്ളത് ഹോസ്പിറ്റലിലല്ല, ഹോസ്പിറ്റലിന് പുറത്തുള്ള ഗ്രൗണ്ടിലാണ്. അവിടെ മൊത്തം പുല്ലുള്ള ഗ്രൗണ്ട്. അതിന്റെ നടുക്കായിട്ടാണ് കാർല ഫ്ലോറസിനെ ഇപ്പോൾ ഒരു ബെഡിൽ കിടത്തിയിരിക്കുന്നത്. അടുത്ത 2 ഡോക്ടേഴ്സ് ഉണ്ട്, ഒരു നേഴ്സ് ഉണ്ട്. അത് കണക്കിനെ കുറച്ചും കൂട്ട് മാറിയിട്ട് 2 മിലിറ്ററി ഒഫീഷ്യൽസും ഉണ്ട്. എന്താ സംഭവം എന്ന് വെച്ചാൽ കാർലയുടെ ആ ഒരു റൈറ്റ് ചീക്കിൽ ഉണ്ടായിരുന്ന വസ്തു, കല്ല് കണക്ക് തോന്നിയിട്ട് ആ ഒരു വസ്തു എന്ന് പറയുന്നത് ലൈവായിട്ടുള്ള ഗ്രനേഡാണ്. അത് എങ്ങനെയോ ആര് വെടിവെച്ചു, എന്തിനു വെടിവെച്ചു എന്നൊന്നും അറിയത്തില്ല. എനിവേ ആ ഒരു സാധനം ഷൂട്ട് ചെയ്തിട്ട് അവരുടെ റൈറ്റ് ചീക്കിലായിട്ടാണ് ആ ഒരു സാധനം വന്ന് പതിച്ചത്. അത് പതിച്ച് ഏകദേശം നല്ലൊരു ഭാഗം അവരുടെ അത് നഷ്ടപ്പെടുകയുണ്ടായി. അപ്പം അത് അവിടെ ഉറച്ചിരിക്കുകയാണ്. അത് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ശ്രമിക്കുന്നത്. മിലിറ്ററി ഓഫീസേഴ്സ് എന്തിനാന്ന് വെച്ചാൽ ഈ ഒരു സാധനം എങ്ങനെയൊക്കെ അത് എടുക്കണം, ഹാൻഡിൽ ചെയ്യണം എന്ന് അവർക്ക് മാത്രമല്ലേ അറിയാവുള്ളൂ. ഈ കാർലയുടെ അടുത്തേക്ക് ആദ്യം ഒരു അനസ്തേഷ്യോളജിസ്റ്റ് വരുന്നുണ്ട്. അവരാണ് ആദ്യം ലോക്കൽ അനസ്തേഷ്യ കൊടുക്കുന്നത്. അതിനുശേഷമാണ് ഈ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം കാർലയ്ക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട് ഈ ഇൻസ്ട്രുമെന്റ്സ് എല്ലാം ക്ലിങ് ചെയ്യുന്ന ആ ഒരു സൗണ്ടും അത് കണക്ക് തന്നെ ആർമി ഓഫീസേഴ്സ് ഓരോ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നതല്ല. ഈ ഒരു പ്രൊസീജിയർ എന്തിനാണ് ആ ഒരു ഗ്രൗണ്ടിന്റെ നടുക്കൊണ്ട് നടത്തിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാഷ്വാലിറ്റി മാക്സിമം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അഥവാ അങ്ങനെ പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കാഷ്വാലിറ്റി മിനിമം ആയിരിക്കുമല്ലോ. എനിവേ ഡോക്ടേഴ്സ് അത് സക്സസ്ഫുൾ ആയിട്ട് അത് എടുക്കുകയുണ്ടായി. അവരുടെ പകുതിയോളം പല്ലുകൾ നഷ്ടപ്പെട്ടു. അത് കണക്ക് തന്നെ ഒന്നിൽ കൂടുതൽ റീകൺസ്ട്രക്റ്റീവ് സർജറി വേണ്ടി വന്നു. ഏകദേശം പഴയതുപോലെ ആയിട്ടില്ല. വലിയൊരു സ്കാർ ഇപ്പോഴും ഉണ്ട്. വല്ലാത്തൊരു അവസ്ഥയാണ്. എനിവേ റോങ് പ്ലേസിൽ റോങ് ടൈമിൽ വന്നതായിരിക്കാം ഈ ഒരു ദുരന്തത്തിന് കാരണം. ഇത് കണക്കുള്ള അത്യന്തം നിഗൂഢമോ വിചിത്രമോ ആയിട്ടുള്ള കഥകളിലേക്ക് നിങ്ങൾക്ക് താല്പര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.